ഇതാണ് വണ്ടിയുടെ ഉടമസ്ഥൻ. ഇത്രയും നേരമായി 2 ദിവസമായിട്ട് നമുക്ക് ക്യാമറയൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്ത്. രഞ്ജിത്ത് രായി പറ. ഒന്നും മുഖം കാണില്ല, കുഴപ്പമില്ല, നീ കാണില്ല. ഇത്ര നാണം എന്തുവാ? ഓക്കെ, നമ്മള് CCTVയുടെ ഇൻസ്റ്റാളറും, അതായത് CCTVയുടെ മൊത്തത്തിലുള്ള വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ നമ്പർ ഇട്ടേക്കാം. അവന്റെ CCTV സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഹായ്, ഞാൻ സവിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് സ്വാഗതം. നമ്മളെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലച്ച് സെറ്റും റിലീസ് ബെയറിങ്, പിന്നെ അത് കണക്ക് താഴത്തെ മുകളിലത്തെ ക്ലച്ച് സിലിണ്ടർ എല്ലാ സെറ്റും മാറി. ഇപ്പൊ നമ്മള് ആ ഒരു ക്ലച്ച് നല്ല സ്മൂത്ത് ആയിട്ട്, അതായത് നേരത്തെ നല്ല ഹാർഡായിരുന്നു. അപ്പം നല്ല ഹാർഡായിട്ട് സ്റ്റക്കായി പോയിട്ടാണ് നമ്മളെ മുകളിലത്തെ ക്ലച്ച് സിലിണ്ടറിന്റെ ഷാഫ്റ്റ് അടിഞ്ഞു പോയത്. അപ്പൊ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ടുണ്ട് സംഭവം. നല്ല ക്ലച്ചൊക്കെ നല്ല ഫ്രീ ആണ്. നല്ല ഫ്രീ എന്ന് വെച്ചാൽ ക്ലച്ച് ഉള്ള നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ചവിട്ടുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഫ്രീ ആയിട്ടുണ്ട്. വണ്ടിയുടെ പ്രഷർ പ്ലേറ്റ്, അപ്പൊ ഈ പ്രഷർ പ്ലേറ്റ് ഹാർഡായി പോയിട്ട് ചോട്ടാത്തിന് സ്ട്രെങ്ത് കിട്ടുക നമ്മളെ ഈ ഒരു സിലിണ്ടർ ഇല്ലേ, ക്ലച്ചിന്റെ മുകളിൽ ഭാഗത്ത് വരുന്ന സിലിണ്ടറാണ്. ഈ സിലിണ്ടറിന്റെ ഷാഫ്റ്റ് ഒടിഞ്ഞു. ഈ പ്ലാസ്റ്റിക് ആണ് വരുന്നത്, ഫുള്ളും പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ ആണ് വരുന്നത്. ഇനിയിപ്പോൾ താഴത്തെ ഗിയറിന്റെ സൈഡിൽ ഒരു സിലിണ്ടർ ഉണ്ട്, അതും കൂടെ ഇളക്കാണ്. നമ്മൾ സിലിണ്ടർ മാറുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒരുമിച്ച് മാറും. ഇതിപ്പോൾ താഴത്തെ സിലിണ്ടർ, മുകളിൽ സിലിണ്ടർ. ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിലില്ലായിരുന്നു. അപ്പോൾ നമ്മളെ മുത്ത് ഷഹീർ, അതായത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ചെറിയ പ്രായത്തിലും നല്ല രീതിയിൽ വർക്ക് പഠിച്ച ഒരു പയ്യനാണ്. അപ്പം അവനെയാണ് ഞാൻ പണിയേൽപ്പിച്ചിട്ടും പോരുന്നത്. അവൻ നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ വണ്ടിയുടെ ക്ലച്ച് സെറ്റ്, ക്ലച്ചിൻ്റെ മുകളിലത്തെ സിലിണ്ടർ, വേറെ പേരൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സിലിണ്ടറാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് കഴിച്ചു. ഞാൻ ഇത്തിരി ഫാസ്റ്റാക്കിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്ലോയിൽ കാണിച്ചുകൊണ്ടിരുന്നാൽ ബോറടിക്കും. അതുകൊണ്ട് ഇത്തിരി ഫാസ്റ്റായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അത് പെട്ടെന്ന് തന്നെ തീർക്കുകയൊക്കെ ചെയ്തു. ഇന്നാണ് വണ്ടി പണി തീർത്തത്. അതായത് നിങ്ങളെ ബാക്കി വീഡിയോസും കൂടെ കാണിക്കാൻ വേണ്ടി ഒന്ന് പെൻഡിങ് വെച്ചാണ്. പിന്നെ ക്ലച്ചൊക്കെ എല്ലാം സെൻറ്റർ ചെയ്ത് കറക്റ്റ് വെച്ച് മുറുക്കി. പിന്നെ ക്ലച്ചൊക്കെ മുറുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതൊരു മെക്കാനിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. അതിനൊക്കെ നമ്മളെ സെൻസർ വരുന്ന ഭാഗങ്ങളിലോട്ടൊന്നും എന്തെങ്കിലും സാധനം വെച്ച് തട്ടിയോ മുട്ടിയോ ചെയ്യരുത്. കറക്റ്റിന് നമ്മൾ ഒരു ഗിയർ ബോക്സൊക്കെ കയറ്റണം. അതായത് അതിൻ്റെ ടോപ്പ് ഗിയറൊക്കെ അവിടെ ഇവിടെ ഇടിച്ച് നശിക്കാതെ കറക്റ്റ് പൊക്കി സെൻറ്ററിൽ വെച്ച് തന്നെ കറക്റ്റ് ചെയ്ത് കയറ്റി റൗണ്ട് ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി ഫൗണ്ടേഷനൊക്കെ മുറുക്കി സെറ്റ് ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ മുറുക്കുന്നതൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് വെച്ച് എല്ലാം കൃത്യമായിട്ട് തന്നെ മുറുക്കണം. അത് ശ്രദ്ധിക്കണം കാര്യം. പിന്നെ നമ്മൾ മറ്റ് സാധനങ്ങൾ വെക്കുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പ് ഇടാനുള്ള ബോൾട്ടുകളും നെറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇട്ടേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഇതെല്ലാം അഴിച്ചിട്ട് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ഏകദേശം നമ്മൾ വണ്ടിയുടെ ക്ലച്ച് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗിയർ ബോക്സ് കറക്റ്റ് സെൻറ്റർ കയറ്റി നമ്മൾ അതിൻ്റെ ആ ഒരു റൗണ്ട് ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കിയാണ്. റൗണ്ട് ബോൾട്ട് 2 ജസ്റ്റ് വെച്ച് മുറുക്കി കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്താൽ നമ്മളെ ഷെയറിന് നമുക്ക് ഒരു ദിവസം മാസ്ക് ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം ഞാനില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോഴൊന്നും. അപ്പം ഞാൻ നേരത്തെ ഫസ്റ്റിലെ വീഡിയോയിൽ കാണിച്ച കണക്ക് തന്നെ നമ്മളെ രഞ്ജിത്താണ് വീഡിയോസ് ഫുള്ളും എടുത്തത്. അവൻ ഭയങ്കര കൂടെ നിന്ന് സെറ്റായിട്ട് തന്നെ എല്ലാം കറക്റ്റ് ചെയ്തു. അവൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് 2 ദിവസം വണ്ടി ഇട്ടിരുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഫൗണ്ടേഷനാണ് ഗിയർ ഫൗണ്ടേഷനാണ് വെച്ച് മുറുക്കുന്നത്. ഗിയർ ഫൗണ്ടേഷൻ നമ്മൾ രാജേന്ദ്രൻ ഷെയറും കൂടെ ഷെയറിന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് രാജേന്ദ്രൻ എല്ലാം കൂടി വെച്ച് മുറുക്കാൻ വേണ്ടിയിട്ടേ. അപ്പം നമ്മൾ ഗിയർ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം വെച്ച് മുറുക്കി. നമ്മൾ ബാക്കി വന്ന സോക്കറ്റ് കാര്യങ്ങൾ അതെല്ലാം വെച്ച് മുറുക്കിയാണ്. ഗിയർ ഫൗണ്ടേഷനൊക്കെ വലിച്ചു മുറുക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ എഞ്ചിൻ ഫൗണ്ടേഷൻ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അഴിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ആ ഒരു സംഭവം തിരിച്ചു വെച്ച് പിറ്റിയാണ്. ഇത് ഗിയർ ബോക്സിന്, അതായത് നമ്മൾ എഞ്ചിൻ പെട്ടെന്ന് ക്ലച്ച് ചെയ്ത് കാലടിക്കുകയും വിടുകയും ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ സെറ്റ് മുമ്പോട്ടും പുറകോട്ടും ആടാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് വെച്ചേക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ വലിച്ചു മുറുക്കണം. നല്ല രീതിയിൽ തന്നെ എല്ലാം വലിച്ചു മുറുക്കണം. മുറിവൊന്ന് കൺഫേം ചെയ്യുകയും തന്നെ വേണം. ഇനിയിപ്പം നമ്മളെ കേബിളും കാര്യങ്ങളും എല്ലാം ഇട്ട് മുറുക്കി എല്ലാം മുറുക്കലല്ല, അതിട്ട് നമ്മൾ ക്ലിപ്പിടുന്ന സെറ്റപ്പാണ്. ഇനിയിപ്പം ഇതിൻ്റെ ആക്സിൽ സെറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയാണ്. ഇതിപ്പം ആക്സിൽ കയറ്റിയാണ്. ആക്സിൽ കയറ്റുമ്പം താഴെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ആക്സിലിൻ്റെ ഓയിൽ സീലിൽ, അതായത് ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഓയിൽ സീലൊന്നും തട്ടാതെ കറക്റ്റ് സെൻറ്ററിൽ കയറ്റി പയ്യെ നൈസിന് കയറ്റി സെറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ കേടായിപ്പോൾ. ഇതാണ് ഇതിൻ്റെ താഴത്തെ സിലിണ്ടർ, ക്ലച്ച് സിലിണ്ടർ. നമ്മളിത് പുതിയത് വാങ്ങിച്ചു, ഇത് സെറ്റ് ചെയ്യാൻ പോയാണ്. ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ മുകളിലത്തെ ആ ഒരു ക്ലച്ച് സിലിണ്ടറിനെ ചവിട്ടി താക്കാൻ നേരത്ത് ഹൈഡ്രോളിക്കിൻ്റെ പവറിൽ, അതായത് നമ്മൾ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡാണ് ഇതിൽ ഒഴിക്കുന്നത്. ഡോട്ട് 3 ടൈപ്പ് ബ്രേക്ക് ഫ്ലൂയിഡാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രഷർ താഴത്തെ സിലിണ്ടറിൽ വരും. താഴത്തെ
ആ ഒരു താഴെ നിൽക്കുന്ന ഓയിൽ ഈ ഒരു സിലിണ്ടറിനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോർക്ക് ആം വഴി ക്ലച്ചിനെ, അതായത് നമ്മളെ ക്ലച്ചിൻ്റെ ആ ഒരു പ്രഷർ പ്ലേറ്റിനെ പ്രസ് ചെയ്യും. പ്രഷർ പ്ലേറ്റ് ഡിസ്കും നമ്മളെ പ്രഷർ പ്ലേറ്റും തമ്മിലുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു ഡേറ്റ ഞാനത് വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെയ്തുതരാം. ഇത് നമ്മളെ സെൻസർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്ന ക്രാങ്ക് പൊസിഷൻ സെൻസർ, അതൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തു. ഇനിയിപ്പം ആ വീലും കാര്യങ്ങളൊക്കെ ഇടിയാണ്. നമ്മളെ ഷോക്കിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വോയിസ് ഞാൻ ഇപ്പോൾ ഡബ് ചെയ്ത് കയറ്റിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ കമൻട്രി പറയുന്നതൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ല, ലൈവ് വോയിസ് കണക്ക് ഒരു ഫീലിംഗ് വരാൻ സാധ്യതയില്ല. എന്നൊരു അത്യാവശ്യം കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പുറത്തായതിനാലാണ് ഞാൻ ഷഹീറിനെ ഏൽപ്പിച്ചിട്ട് പോയത്. അവൻ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തു, സെറ്റ് ചെയ്ത് തന്നു. ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ വണ്ടിയൊക്കെ ഇറക്കി കറക്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ആക്സിൽ വെച്ച് മുറിക്കുകയാണ്. അത് തട്ടി ഓക്കെ. ഏകദേശം പണികളും കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. ഫുൾ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തു, ഒരു പരുവത്തിനെല്ലാം കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എയർ എടുക്കണം. അതായത് ക്ലച്ച് സിലിണ്ടറിൽ നിന്ന് വൃത്തിയായിട്ട് എയർ എടുക്കണം. എയർ എടുക്കുകയെന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ നിന്ന്, അതായത് ക്ലച്ചിൻ്റെ പെഡൽ ഭാഗത്ത് നിന്ന് നല്ലോണം ചവിട്ടുമ്പോഴത്തേക്ക് ഇത് കണക്ക് ഓയിൽ നല്ലോണം വരും. അപ്പം തിരിച്ചടച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഇത് ഇനിയിപ്പോൾ 2 പ്രാവശ്യം ഇതിനൊക്കെ തുറന്നു സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പം സമയപരിമിതിയെ കൊണ്ട് വളരെ ചുരുക്കി ഫാസ്റ്റാക്കി ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളിത് കണക്ക് പമ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10ൻ്റെ ബോൾട്ട് വെച്ച് 10ൻ്റെ ഒരു എയർ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റാകും. ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് എല്ലാം പ്ലേയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെക്ക് ചെയ്യും. ഇതിപ്പം അടുത്ത ലെഫ്റ്റ് സൈഡെല്ലാം വെച്ച് മുറിക്കുകയാണ്. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു, വീലൊക്കെ ഇട്ടു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഏത് വണ്ടിയാലും പണിയിറങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ, ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. എയർ ഫിൽറ്ററും ബാറ്ററി, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ വലിയൊരു എയർ ഫിൽറ്ററാണ് നമ്മളെ വണ്ടിയിൽ വരുന്നത്. എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ എല്ലാ ബോൾട്ടും നമ്മൾ സെറ്റാണോ എന്ന് നോക്കി വണ്ടി താഴോട്ടിറക്കിയാണ്. ഇനിയിപ്പം ഒന്ന് നല്ല രീതിയിൽ ടെസ്റ്റ് ഡ്രൈവിന് പോകും. വണ്ടിയുടെ ഓണർ, പണിഞ്ഞ ആൾ, പിന്നെ ഞാൻ, അങ്ങനെയാണ് ടെസ്റ്റ് ഡ്രൈവിന് ഞങ്ങൾ പോകുന്നത്. നമ്മൾ വണ്ടി പണിഞ്ഞ ആളെയും കൂടെ കൊണ്ടുപോകും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഇറക്കി ഇനിയിപ്പോൾ ഞങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ പോയാണ്. അപ്പം ഓക്കെ, ബൈ, സി യു.